നാളികേരമാണ് നമ്മുടെ കാർഷിക വിളകളിൽ മുൻപന്തിയിലുള്ളത്. കോഴിക്കോട് ജില്ലയിൽ മരാധിഷ്ഠിത വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ തൊഴിൽ ചെയ്യുന്നുണ്ട്. ആധുനികവൽക്കരണത്തിന്റെ മോഹിപ്പിക്കുന്ന ദൃശ്യചാരുതയും അതിനൂതനമായ സാങ്കേതികവിദ്യയും ഫർണിച്ചർ നിർമ്മാണ മേഖലയിൽ കോഴിക്കോടിന്റെ മികവിനെ വ്യത്യസ്തമാക്കുന്നു. ബേപ്പൂരിൽ പ്രവർത്തിക്കുന്ന സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ്, സിൽക്ക്, പഴയ കപ്പലുകൾ പൊളിച്ചുമാറ്റുന്നതിലും ബോട്ടു നിർമ്മാണത്തിലും പേരുകേട്ട സ്ഥാപനമാണ്. ഇരുമ്പുപാലങ്ങൾ, വാഹനങ്ങളുടെ ബോഡി വർക്കുകൾ തുടങ്ങി സർക്കാരിനു കീഴിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രധാനമായും ഈ സ്ഥാപനമാണ് നടത്തുന്നത്. ജനറൽ എഞ്ചിനീയറിംഗ് രംഗത്തും പ്ലാസ്റ്റിക് ഉൽപാദന മേഖലയിലും നിർമ്മാണ വ്യവസായ മേഖലയിലും നിരവധി പ്രമുഖ സ്ഥാപനങ്ങൾ കോഴിക്കോട്ട് പ്രവർത്തിച്ചുവരുന്നു. വിവിധ വ്യവസായ മേഖലകളിലും സ്വകാര്യ സ്ഥലങ്ങളിലുമായി തുടങ്ങാനിരിക്കുന്ന ചെറുതും വലുതുമായ വ്യവസായ സംരംഭങ്ങൾ കോഴിക്കോടിന്റെ വ്യാവസായിക പുരോഗതിയിൽ ഗണ്യമായ ചുവടുവയ്പ്പുകളാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് ജില്ലയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് 15ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ കാത്തുസൂക്ഷിച്ചു വരുന്ന വ്യാവസായിക വാണിജ്യ സംസ്കാരമാണ്. ഈ സംസ്കാരം ഇനി വരാൻ പോകുന്ന സംരംഭങ്ങൾക്കും വളക്കൂറുള്ള ഒരു മണ്ണാണെന്ന് യാതൊരു സംശയവുമില്ല. ഈ ജില്ലയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി പാർക്ക്, സൈബർ പാർക്ക്, ബേപ്പൂരിലെ മറൈൻ പാർക്ക്, ഗ്വാളിയർ റയോൺസിന്റെ സ്ഥലത്ത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സംരംഭങ്ങൾ, ഫുട്വെയർ പാർക്ക് എന്നിവ വരുന്ന 3-4 വർഷങ്ങൾക്കുള്ളിൽ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ നൂറ്റാണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷനായിട്ട് കോഴിക്കോട് ജില്ലയെ കണക്കാക്കുന്നതിന് യാതൊരു സംശയവുമില്ല.